നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മൂട്ടി വന്ന് പറഞ്ഞിട്ട് പോലും മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മാസ്റ്ററെ കാണണമെന്ന് എന്തിനാ എത്ര വാശി പിടിക്കുന്നേ? എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോവില്ല എന്ന് മാസ്റ്റർ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ പോയേ? മോളിത് കഴിച്ച് മരുന്നും കുടിക്ക, അപ്പോഴേക്കും MK മാസ്റ്റർ ഇങ്ങ് എത്തോന്നേ. അത് വേണ്ട, മാസ്റ്റർ വന്നിട്ട് ഞാനും മാസ്റ്റർ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് മാസ്റ്റർ മരുന്ന് തരും, അത് ഞാൻ കുടിച്ചോളാം. മോൾക്ക് മാസ്റ്ററിനെ അത്രക്ക് ഇഷ്ടമാണോ? ആ, ഒരുപാട് ഇഷ്ടാ. ഒരുപാടെന്ന് വെച്ചാ? ഒരുപാടെന്ന് വെച്ചാ ഒരുപാട് ഇഷ്ടാ. മാസ്റ്ററിനോട് ഇത്രക്ക് സ്നേഹം തോന്നാൻ എന്താ കാരണം? എന്താ കാരണം? ആഹാ, അത് തന്നെയല്ലേ ഞാനും ചോദിച്ചേ. ഇത്രയും സ്നേഹം തോന്നാനുള്ള കാരണം എന്താ, അത് പറ. അതെ, എന്റെ MK മാസ്റ്ററിനെ കാണാൻ എന്തൊരു സ്റ്റൈലാണെന്നറിയോ? മാസ്റ്റർ കാറി വന്നിറങ്ങുന്ന കാണണം, എന്തൊരു സ്റ്റൈലാണെന്നറിയോ? പിന്നെ എന്റെ മാസ്റ്റർ നടക്കുന്ന കാണണം, കിടുവാ. എന്റെ മാസ്റ്ററിന്റെ ഡ്രസ്സും ഷൂ ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? എന്റെ മാസ്റ്ററിന്റെ മുടിയൊന്ന് വച്ച ഉഗ്രനാ കാണാൻ. പിന്നെ മാസ്റ്ററിന് ഒരു കണ്ണാടിയുണ്ട്, കൂളിംഗ് ഗ്ലാസ്. അതെടുത്ത് അങ്ങോട്ട് വച്ച ഓ, സിനിമാ നടനെ പോലെ ഇരിക്കും. മൊത്തത്തില് മാസ്റ്ററിനെ കാണാൻ പൊളിയാ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ എന്റെ മാസ്റ്ററിന്റെ സംസാരം, അതൊന്ന് കേൾക്കേണ്ട തന്നെയാ. പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്. എന്താ അത്? അതെ, മാസ്റ്ററിന് ഞാൻ മോളെ പോലെയാ, എനിക്കും മാസ്റ്ററിന്റെ അച്ഛനെ പോലെയാ. അതാ ഞങ്ങൾക്ക് ഇത്ര സ്നേഹം. ആ, മഴമോളുടെ മാസ്റ്റർ എത്തിയല്ലോ. മാസ്റ്ററിനോട് പിണക്കോ? അയ്യോ, പിണക്കോ? അതെന്തിനാ? മാസ്റ്റർ രാവിലെ കാണാൻ പോലും വരാതെ പൊയ്ക്കളഞ്ഞു പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതിരിക്കുക കക്ഷി. എന്തുവാടാ ചക്കര ഇത്? ഇങ്ങനെയൊക്കെയാണോ പിണങ്ങുന്നത്? വാ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കഴിക്കാം. കൃഷ്ണ, നീ പഴയതുപോലെ ആ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ കാണിക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് എനിക്ക്.
അല്ല, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഇപ്പോ അങ്ങനെയൊക്കെ തോന്നാൻ എന്താ കാരണം? ചിലപ്പോ എന്റെ ചിന്തകളുടെ കുഴപ്പമായിരിക്കും. വയസ്സായില്ലേ, ഓരോരോ പേടികളാ കൃഷ്ണ ഉള്ളിലെ. അമ്മയുടെ പേടി എന്താന്ന് വെച്ചാ പറ, നമുക്ക് പരിഹാരം കാണാന്നേ. എനിക്കാണെങ്കിൽ എന്റെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. കാര്യം തുറന്നു പറഞ്ഞോ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, എനിക്ക് വയസ്സായി, അച്ചമ്മയ്ക്കും നല്ല പ്രായമായി. ഞങ്ങളൊക്കെ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക. എന്താ അമ്മ ഇത്? മരണത്തിന്റെ കണക്കുകൾ പറഞ്ഞ് പേടിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യരുതമ്മ. അതിപ്പോ ആരെയും ആദ്യം തേടി വരിക എന്ന് പറയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. മരണത്തെ ഓർത്ത് പേടിയൊന്നുമില്ല, ജീവിച്ചിരിക്കുന്നവരെ ഓർത്തുള്ള പേടിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നേരല്ലേ? ഇന്നോ നാളെയോ ഞാനും അച്ചമ്മയൊക്കെ അങ്ങ് പോകും. പിന്നെ മാലിനിയുടെ കാര്യം, അവൾക്കൊരു കുഞ്ഞാകാൻ പോകുന്നു. നാളെ വിനീതിന് അവളെയും കൊണ്ട് ഒന്ന് മാറി താമസിക്കണമെന്ന് തോന്നിയാലോ? മാറി താമസിക്കണമെന്ന് തോന്നിയ അത് നല്ല കാര്യമല്ലേ? അകലും തോറും അടുപ്പം കൂടും, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവുകയും ചെയ്യും. എന്റെ പേടി അവരുടെ കാര്യത്തിലൊന്നുമല്ല, സുന്ദരിയുടെ കാര്യത്തിലാ. അവളുടെ അച്ഛൻ ദേവരാജൻ നിനക്ക് വേണ്ടി ജീവൻ കളഞ്ഞു. ഇപ്പൊ മല്ലികയും പോയി. എന്റെ അച്ഛമ്മയുടെയും കൂടി കാലം കഴിഞ്ഞാ പിന്നെ ആരാ അവൾക്കുള്ളത്? കൂട്ടിനുണ്ടെന്ന് പറയാൻ ആകെ ഇപ്പൊ മഴമോളാ ഉള്ളത്. എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോകുമ്പോ എന്റെ കൊച്ചിന്റെ വിഷമം ആര് സഹിക്കും? അതിനൊന്ന് മനസ്സ് തുറന്ന് കരയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ മോനെ? ഞാൻ പലപ്പോഴും ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. ശരിക്കും സുന്ദരിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന്റെ പ്രധാന ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയല്ലേ? കാർത്തികിനെ അവളുടെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ അവന്റെ തോന്നിവാസം പോലെ പോവുകയും ചെയ്തു. ഒടുവിൽ പറ്റിയതോ, ആർക്കോ ജനിച്ച കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേടിലായി എന്റെ സുന്ദരി. മഴമോളെ സുന്ദരി ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അമ്മ. സുന്ദരി ഒരിക്കലും മഴ അങ്ങനെ കാണില്ല. പക്ഷേ അവളുടെ ജീവിതം തകർത്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റുമോ കൃഷ്ണ? ആ കാര്യത്തിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തും കൃഷ്ണ. രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കുന്ന കാര്യത്തിൽ നീ ഒരു ഉത്തരവാദിത്വവും കാണിച്ചില്ല. അറിയാലോ, സുന്ദരി നീ പറഞ്ഞാലല്ലാതെ വേറെ ആര് പറഞ്ഞാലും കേൾക്കില്ല. വേറെ ആർക്കും അവിടെ മനസ്സ് മാറ്റിയെടുക്കാനും പറ്റില്ല. നീ വേണമായിരുന്നു സുന്ദരിയോട് സംസാരിക്കാൻ, അവളെ വേറൊരു വിവാഹം കഴിപ്പിക്കാൻ. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. പക്ഷേ ഒരിക്കൽ സുന്ദരി എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അവൾക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നുമ്പോ അവൾക്ക് പാകാവുന്ന ഒരാളെ കണ്ടെത്തിയ അന്ന് അതവൾ എന്നോടൊന്ന് തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്.